ഹായ് ഓൾ ബിസിനസ് ഡാറ്റ അനലിറ്റിക്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. സോ മക്കളെ, ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡാറ്റ അനലിറ്റിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മുടെ 8th മൊഡ്യൂള്. സോ ഇൻട്രൊഡക്ഷൻ ടു ഡാറ്റ അനലിറ്റിക്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. എന്തിനാണ് നമ്മൾ ഡാറ്റ അല്ലെങ്കിൽ ഡാറ്റ അനലിറ്റിക്സ് ചെയ്യുന്നത്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. എന്താണ് ഡാറ്റ, എന്താണ് ഇൻഫർമേഷൻ, എന്താണ് നോളജ്, ഈ വക കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ നമ്മളെന്താണ് ഫർദർ അതിൻ്റെ കുറേ കാര്യങ്ങളെപ്പറ്റി നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. എങ്ങനെ ഡേറ്റയുടെ സ്കെപ്റ്റിസിസം, പിന്നെ ഡേറ്റ എത്തിക്കലായിട്ട് എങ്ങനെ യൂസ് ചെയ്യണം, അതേപോലെ തന്നെ ഡേറ്റ പ്രോസസ്സിങ്, ഡിജിറ്റൈസേഷൻ, ഡേറ്റനെ ഡിജിറ്റൽ ആക്കുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. സോ എല്ലാം റിവൈസ് ചെയ്തെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്ന് നമ്മുടെ അടുത്ത മൊഡ്യൂളാണ് ഡേറ്റ പ്രോസസ്സിങ്, ഓർഗനൈസേഷൻ, ക്ലീനിങ് ആൻഡ് വാലിഡേഷൻ. ഓക്കെ, ഡേറ്റ പ്രോസസ്സിങ്. ഓക്കെ, ഞാൻ പറഞ്ഞു നമ്മൾ റോ ഡേറ്റയ്ക്ക് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, കോണ്ടെക്സ്റ്റ് ഇല്ല, വിത്തൗട്ട് മീനിങ് ആണ്. ഈ റോ ഡേറ്റേനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. ഈ റോ ഡേറ്റേനെ നമ്മൾ പ്രോസസ്സ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇൻഫർമേഷൻ കിട്ടത്തുള്ളൂ. ആ ഇൻഫർമേഷനെ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് പർപ്പസ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ 9.1 ഫസ്റ്റ് സബ് മൊഡ്യൂൾ. Data processing is the process of organizing, categorizing and manipulating data in order to extract information. Information refers to valuable connections and trends that may be used for addressing pressing issues. നിലവിൽ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇഷ്യൂവിന് ഉള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഫർമേഷൻ ഡേറ്റയിൽ നിന്നും എക്സ്ട്രാക്റ്റ് ചെയ്യുന്നത്. ആ ഇൻഫർമേഷൻ വെച്ചൊരു ഡിസിഷൻ എടുത്തിട്ട് ആ ഡിസിഷൻ ആയിരിക്കും എന്ത് നമ്മുടെ ഇഷ്യൂ സോൾവ് ആക്കാൻ പോകുന്നത്. ഇതാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ ഐഡിയ. അടുത്തത് ഹിസ്റ്ററി ഓഫ് ഡേറ്റ പ്രോസസ്സിങ്. ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ ചരിത്രം. ഈ ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണ്ട് കാലം തൊട്ട് ഇപ്പോൾ വരെയുള്ളതിൻ്റെ ആ ഒരു എവല്യൂഷനാണ് ഇവർ പറയുന്നത്. ഫസ്റ്റ് വൺ, മാനുവൽ ഡേറ്റ പ്രോസസ്സിങ്. മാനുവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർ സ്വയമേ ചെയ്യുന്നതാണ് മാനുവൽ. ഓക്കെ, മാനുവൽ ഡേറ്റ പ്രോസസ്സിങ്. ഇപ്പം നമ്മൾ മാനുവൽ വണ്ടികൾ, ഓട്ടോമാറ്റിക് വണ്ടികൾ എന്നൊക്കെ പറയത്തില്ലേ. എന്താ മാനുവലും ഓട്ടോമാറ്റിക്കും തമ്മിലുള്ള വ്യത്യാസം? മാനുവൽ കാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലച്ച് ഔട്ട് ഗിയർ നമ്മൾ തന്നെ ഷിഫ്റ്റ് ചെയ്യണം. ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട. അതിനകത്ത് തന്നെ ഇപ്പോൾ വരുന്നതിനകത്താണെങ്കിൽ പ്രത്യേകിച്ച് അതിനകത്ത് തന്നെ ഒരു ചിപ്പ് കാണും, ഒരു ബോർഡ് കാണും. സോ നമ്മുടെ സ്പീഡ് അല്ലെങ്കിൽ നമ്മുടെ ത്രോട്ടിൽ കൊടുക്കുന്ന അനുസരിച്ചിട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഗിയർ വണ്ടി തന്നെ അഡ്ജസ്റ്റ് ചെയ്യും. സോ ഇത് തന്നെയാണ് ഇവിടുത്തെ വ്യത്യാസം. മാനുവലിനകത്ത് ഡേറ്റ പ്രോസസ്സിങ് മനുഷ്യർ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ മാനുവൽ DP എന്ന് വെച്ചാൽ ഡേറ്റ പ്രോസസ്സിങ് ഇൻവോൾവ്സ് പ്രോസസ്സിങ് ഡേറ്റ വിത്തൗട്ട് മച്ച് അസിസ്റ്റൻസ് ഫ്രം മെഷീൻസ്. പ്രയർ ടു ദ ഫേസ് ഓഫ് മെക്കാനിക്കൽ DP ഓൺലി സ്മോൾ സ്കെയിൽ ഡേറ്റ പ്രോസസ്സിങ് വാസ് അവൈലബിൾ യൂസിങ് മാനുവൽ എഫേർട്സ്. അപ്പം ഇങ്ങനെ നമുക്ക് ഒരുപാട് ഡേറ്റ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്, ഒരുപാട് ആൾക്കാരെ വേണ്ടി വരും. സോ മാനുവൽ DPക്ക് കുറച്ച് ഡേറ്റ വെച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ പ്രാക്ടിക്കലി. ഓക്കെ അല്ലേ മക്കളെ? അടുത്തത് മെക്കാനിക്കൽ ഡേറ്റ പ്രോസസ്സിങ്. നമ്മൾ പറഞ്ഞു പണ്ട് ടെക്നോളജി ഒന്നും ഇല്ലാത്ത കാലത്തെ ആയിരുന്നു മാനുവൽ DP. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴേ മെഷീൻസ് വന്നു തുടങ്ങി അല്ലേ. മെഷീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടറിനെ പോലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ AI പോലെ ചിന്തിക്കാവുന്ന കേപ്പബിലിറ്റി ഉള്ള മെഷീൻസ് ഒന്നുമല്ല. ജസ്റ്റ് അവിടെ നമ്മളുടെ ഒരു പുഷ് വേണം, ഹ്യൂമൻ പുഷ് വേണം, ഹ്യൂമൻ ടച്ച് വേണം, എന്നാലേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. സ്റ്റിൽ നമ്മുടെ എഫേർട്ട് കുറച്ചുകൂടെ കുറഞ്ഞു കിട്ടും. സോ അങ്ങനത്തേതാണ് മെക്കാനിക്കൽ DP. മെക്കാനിക്കൽ DP പ്രോസസ് ഡേറ്റ യൂസിങ് മെക്കാനിക്കൽ ടൂൾസ് ആൻഡ് ടെക്നോളജീസ്, നോട്ട് മോഡേൺ കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടർ അല്ല ഉദ്ദേശിക്കുന്നത്, അല്ലാത്ത മെഷീനുകളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഇലക്ട്രോണിക് DP. ഇപ്പോഴത്തേത് ഇപ്പം നമുക്ക് ഒരു നല്ലൊരു സെറ്റ് ഓഫ് ഡേറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ നമ്മുടെ എക്സെല്ലോ അല്ലെങ്കിൽ AIക്കോ കൊടുത്തു കഴിഞ്ഞാൽ ഇവരിത് പ്രോസസ്സ് ചെയ്ത് കൈ തരും. സോ ഡേറ്റ പ്രോസസ്സിങ് ഈസ് ഡൺ ഇലക്ട്രോണിക്കലി യൂസിങ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ കട്ടിംഗ് എഡ്ജ് ഇലക്ട്രോണിക്സ്. ഇതാണ് മാനുവൽ, മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ഡേറ്റ പ്രോസസ്സിങ്. ഓക്കെ അല്ലേ? എളുപ്പമല്ലേ? ഞാൻ ഈ മഞ്ഞ അടിച്ചിട്ടേക്കുന്നത് നിങ്ങൾക്ക് മെറ്റീരിയൽ നോക്കിയാൽ കാണാം. ത്രൂ ഔട്ട് ഞാൻ ഈ യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കോർ കീവേഡ്സ് ആണ്. നിങ്ങളിപ്പം മെയിനായിട്ട് അത് ഫോക്കസ് ചെയ്യുക. എക്സാമിന് ആ ഒരു സെൻറ്റൻസ് മറക്കാതെ എഴുതാൻ നോക്കുക. അപ്പോൾ അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബാക്കി നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും.
അടുത്തത് ഹൗ ഡേറ്റ പ്രോസസ്സിംഗ് ആൻഡ് ഡേറ്റ സയൻസ് ഇസ് റെലവൻറ്റ് ഫോർ ഫിനാൻസ്. നമ്മുടെ ഫൈനാൻസ് ഫീൽഡിലേക്ക് എങ്ങനെയാണ് ഇത് റെലവൻ്റ് ആകുന്നത്? ഫസ്റ്റ് വൺ, റിസ്ക് അനലിറ്റിക്സ്. ബിസിനസ് ഇന്നെവിറ്റബിളി ഇൻവോൾവ്സ് റിസ്ക്. നമ്മുടെ ബിസിനസ്സിൽ എപ്പോഴും റിസ്ക് ഉണ്ട്. ഇറ്റ് ഈസ് ക്രൂഷ്യൽ ടു ഡിറ്റർമിൻ ദ റിസ്ക് ഫാക്ടർ ബിഫോർ മേക്കിംഗ് എനി ഡിസിഷൻസ്. വൺസ് എ ഡേഞ്ചർ ഹാസ് ബീൻ റെക്കഗ്നൈസ്ഡ് ഇറ്റ് മേ ബി പ്രയോറിറ്റൈസ്ഡ് ആൻഡ് ഇറ്റ്സ് റെക്കറൻസ് ക്ലോസ്ലി വാച്ച്ഡ്. നമ്മുടെ ഫിനാൻഷ്യൽ ഡേറ്റ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഡേറ്റ പ്രോസസ്സിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും റിസ്ക് എലമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുന്നേ കൂട്ടി ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റും. അതാണ് ഡേറ്റ പ്രോസസ്സിങ് കൊണ്ടുള്ള ആദ്യത്തെ ബെനിഫിറ്റ്. മനസ്സിലായോ? രണ്ട്, റിയൽ ടൈം അനലിറ്റിക്സ്. ബിസിനസ്സസ് ക്യാൻ പ്രൊവൈഡ് ദി ഓപ്റ്റിമൽ യൂസർ എക്സ്പീരിയൻസ്. Businesses can now respond quickly to customer interactions with real-time analysis. There are no delay in establishing customers worth to an organization, and credit ratings and transactions are far more precise. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിപ്പം ഒരുമാതിരി ഏതെങ്കിലും ഒരു കമ്പനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം വാറണ്ടി ക്ലെയിമോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ സർവീസിലേക്ക് വിളിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ ക്യൂവിലാണ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരിടത്തോട്ട് വിളിക്കുമ്പോൾ നമ്മൾ ഓക്കെ മലയാളത്തിനായി ഒന്നമർത്തുക, ഹിന്ദിക്ക് ലിയെ ദോദബായി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരുമല്ലോ. അങ്ങനെ ഒരു ഓട്ടോമേറ്റഡ് ആൻസറിങ് മെഷീൻ അവിടെ ഇരിപ്പുണ്ടായിരിക്കും. അപ്പം നമ്മുടെ യൂസ് അനുസരിച്ചിട്ട് ആളെ തിരിച്ചറിഞ്ഞ് കസ്റ്റമറിൻ്റെ എന്താണ് ആവശ്യം എന്താണ് അതൊക്കെ തിരിച്ചറിയാനായിട്ട് ഓൾറെഡി ഒരു സാധനം അവിടെ വെച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ട് വേണം അവർക്ക് ആളെ അലോട്ട് ചെയ്ത് കൊടുക്കാൻ. മനസ്സിലായോ? ഇപ്പം നേരെ മറിച്ച് ഇതിന് ഒരു കോൾ സെൻറ്ററിലെ ഏർപ്പെടുത്തുവാണെങ്കിൽ കമ്പനിക്കും അത് നഷ്ടമാണ്, കമ്പനിക്ക് അത് ഹ്യൂജ് എമൗണ്ട് വെറുതെ കൊടുക്കേണ്ടി വരും. നേരെ മറിച്ച് ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പം നമ്മളിപ്പോൾ എന്താണ് ഗ്യാസ് ബുക്ക് ചെയ്യുക അല്ലേ, നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മൾ ഫോണിൽ മൊബൈലിൽ ഒരു നമ്പറിൽ വിളിക്കുക, നമ്പറിലോട്ട് വിളിച്ചിട്ടായിരിക്കും നമ്മൾ ഗ്യാസ് ബുക്ക് ചെയ്യുന്നത്. സോ അവിടെ ഓൾറെഡി ഇങ്ങനെ പറയും എന്താണ് ഗ്യാസ് ബുക്ക് ചെയ്യാനായിട്ട് ഒന്നമർത്തുക, മറ്റല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനാണെങ്കിൽ. അപ്പം ബുക്ക് ചെയ്യേണ്ടവരെല്ലാം ഒന്ന്, അപ്പോൾ അത് ആ കാറ്റഗറിയിലോട്ട് പോകും. സർവീസ് റിലേറ്റഡ് വരുന്ന രണ്ടാണെങ്കിൽ രണ്ടിലോട്ട് പോകും, പുതിയ കണക്ഷൻ എടുക്കുന്നത്. അങ്ങനെ ഓരോന്നിനും എന്താണ് നമുക്കിതിനെ പ്രോപ്പറായിട്ട് നമുക്ക് കസ്റ്റമറിനെ റിയൽ ടൈമായിട്ട് തന്നെ ചെയ്യാനും പറ്റും. അതേസമയം കമ്പനീനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർക്ക് പ്രത്യേകിച്ച് അഡീഷണലി ആളെ ഇരുത്തേണ്ട കാര്യമില്ല. ഇപ്പോൾ രാത്രിയിലൊക്കെ ആണെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇത് ഫുൾ ടൈം 24/7 വർക്കിംഗ് ആണ്. അതാണ് അതിൻ്റെ ഒരു റിയൽ ടൈം അനലിറ്റിക്സിൻ്റെ ഒരു പ്രത്യേകത. 3, കസ്റ്റമർ ഡേറ്റ മാനേജ്മെൻറ്റ്. ദ ഡേറ്റ സയൻസ് ഇനേബിൾസ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് ക്ലയൻറ്റ് ഡേറ്റ. Using methods such as text analytics, data mining and natural language processing, data science is well equipped to deal with a massive volume of unstructured new data. Consequently, the fact that the data availability has been enhanced, data science implies that a company's analytical capabilities may also be upgraded, leading to a greater understanding of market patterns and client behavior. കസ്റ്റമർ ഡാറ്റ മാനേജ്മെൻറ്റ്, അതായത് ഒരു പ്രോഡക്റ്റ് ഒരു വർഷം ഒരു കസ്റ്റമർ എത്ര പ്രാവശ്യം വാങ്ങിക്കുന്നു എന്നുള്ളത് അനലൈസ് ചെയ്യാൻ പറ്റുമല്ലോ. ഒരു ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഴുവൻ സെയിൽസ് നോക്കുമ്പോൾ ഏത് പ്രോഡക്റ്റാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് എന്നുള്ളത് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. ഏത് പ്രോഡക്റ്റാണ് ഏറ്റവും കുറവ് പോകുന്നതെന്ന് മനസ്സിലാവും. അതേപോലെ തന്നെ പ്രീമിയം കസ്റ്റമേഴ്സ് ഏത് പ്രോഡക്റ്റാണ് ഓപ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ഇങ്ങനെ കസ്റ്റമേഴ്സിന് വേണ്ടത് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് എന്താണെന്ന് അറിഞ്ഞിട്ട് ബിസിനസ്സിനെ ആ രീതിയിലേക്ക് തിരിച്ചെടുത്ത് സ്ട്രക്ചർ ചെയ്യാൻ എന്തിനു പറ്റും, ഈ ഒരു പ്രോസസ്സിന് പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കസ്റ്റമർ ഇപ്പം ഫാസ്റ്റായിട്ട് മൂവിങ് ആയിട്ടുള്ള ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം ചെല്ലുമ്പോൾ കിട്ടുന്ന ഇത് എന്താണ് റാക്കിൽ വെക്കാതെ ബാക്കിലോട്ട് കൊണ്ടുവന്ന് വെക്കുക. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കസ്റ്റമേഴ്സിന് എപ്പോഴും വേണ്ട പ്രോഡക്റ്റ്സ് എല്ലാം ബാക്കിൽ കൊണ്ടുവന്ന് വെക്കും. കാരണം ഇപ്പം വേണ്ട സാധനം പെട്ടെന്ന് നമ്മൾ എടുത്തുകൊണ്ട് അങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവരുടെ ബാക്കിയുള്ള പ്രോഡക്റ്റ്സ് ഇവർക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പം പുതിയ പ്രോഡക്റ്റ്സ് വരുന്നതല്ല ഇവർ ഫ്രണ്ടിലത്തെ റാക്കിലും, കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ കുറച്ചുകൂടി ബാക്കിലത്തെ റാക്കില്ല. അപ്പോൾ ഇവർ ഈ നടന്നു പോകുമ്പോൾ പുതിയ പ്രോഡക്റ്റ്സ് അവരുടെ കണ്ണിപ്പെടണം, അതാണ് ഒബ്ജക്റ്റീവ്. സോ ഇങ്ങനെയൊക്കെ സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യാനായിട്ട് എന്ത് പറ്റും, ഈ ഒരു ഡേറ്റ പ്രോസസ്സിങ്ങിന് പറ്റും. അടുത്തത് കൺസ്യൂമർ അനലിറ്റിക്സ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു എൻഷുർ ദാറ്റ് ഈച്ച് ക്ലയൻറ്റ് റിസീവ്സ് എ കസ്റ്റമൈസ്ഡ് സർവീസ് ആസ് ഇറ്റ് ഈസ് ടു പ്രോസസ് ദ ഡേറ്റ സ്വിഫ്റ്റ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി വിത്തൗട്ട് ടൈം ഇൻറ്റൻസീവ് ആൻഡ് ഇൻഡിവിജ്വലൈസ്ഡ് അനാലിസിസ്. കൺസ്യൂമർ അനലിറ്റിക്സ്, അതായത് ചിലപ്പം നമ്മൾ സർവീസ് സെക്ടർ ആണെന്നുണ്ടെങ്കിൽ ഓരോ കസ്റ്റമേഴ്സിനും വേണ്ട സർവീസ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം. ഇപ്പം എനിക്ക് വേണ്ട പോലെ ആയിരിക്കത്തില്ല മറ്റൊരു ക്ലയൻറ്റിന് വേണ്ടത് സർവീസ്. സോ ഓരോ കസ്റ്റമേഴ്സിനും അവരവരുടെ ഇഷ്ടപ്രകാരം അവരാഗ്രഹിക്കുന്ന പോലെ, ഇപ്പം ഇൻറ്റീരിയർ ഡിസൈനിങ് അല്ലെങ്കിൽ നമ്മൾ വീട് വെച്ച് കൊടുക്കുമ്പോൾ അല്ലേ, അതേപോലെ വേറെ എന്താണ്
ഈവൻ നമുക്ക് എല്ലാം ഇപ്പോൾ കസ്റ്റം മെയ്ഡിൻ്റെ കാലമാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എനിക്ക് ഇങ്ങനെ വേണം, എൻ്റെ പ്രോഡക്റ്റിന് ഇങ്ങനെ കാര്യങ്ങൾ ഫീച്ചേഴ്സ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ആക്കാൻ പറ്റും. അങ്ങനെ സർവീസ് കൊടുക്കാനും മാത്രം കേപ്പബിൾ ആയിപ്പോവും ഈ ഡേറ്റ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ. 5. കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ. കസ്റ്റമേഴ്സ് ആർ ഈക്വലി സെഗ്മെൻറ്റഡ് ബേസ്ഡ് ഓൺ സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് സച്ച് ആസ് ജിയോഗ്രഫി, ഏജ്, ബൈയിങ് പാറ്റേൺ. അതായത് ഇപ്പം പ്രായം, ഏരിയ, അല്ലെങ്കിൽ ബൈയിങ് പാറ്റേൺ, ഇതൊക്കെ അനുസരിച്ചിട്ട് കസ്റ്റമേഴ്സിനെ കാറ്റഗറൈസ് ചെയ്യുക. ഇപ്പം ചില പ്രോഡക്ട്സ് ഏജ് വൈസ് ആയിരിക്കും കാറ്റഗറൈസ് ചെയ്യുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ബിസ്ക്കറ്റ്സ്, ഓക്കെ, ക്രീം ബിസ്ക്കറ്റ് കുട്ടികൾ തൊട്ട് ഒരു ടീനേജ് ലെവൽ വരെ ആയിരിക്കും കൂടുതൽ അതിൻ്റെ സെയിൽ പോകുന്നത്, അല്ലേ? നേരെ മറിച്ച് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിലോ, ഗ്രോസറീസ് ആണെങ്കിലോ, ഏറ്റവും കൂടുതൽ അതിൻ്റെ ആവശ്യക്കാർ വരുന്നത് നമ്മുടെ ഒരു 25 ടു മുകളിലോട്ടുള്ള ആൾക്കാരാണ്, അല്ലേ? സോ ഓരോ പ്രോഡക്റ്റിനും കൺസ്യൂമേഴ്സിൻ്റെ ഏജ് ഒരു ഫാക്ടറാണ്. ഏത് ടൈപ്പ് ഓഫ് കൺസ്യൂമേഴ്സാണ് ഇത് കൂടുതൽ വാങ്ങാൻ സാധ്യത. അപ്പം ഇപ്പോൾ ചോക്ലേറ്റ്സ് ഒക്കെ ആണെങ്കിൽ പിള്ളേർ കൂടുതൽ വാങ്ങിക്കും, നേരെ മറിച്ച് അഡൾട്ട്സ് ആണെങ്കിൽ വാങ്ങിക്കത്തില്ലെന്നല്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. സോ അതനുസരിച്ചിട്ട്, അതേപോലെ തന്നെ ഏരിയ, ഒരു ഏരിയയിൽ ഒരു സാധനം ചിലപ്പോൾ കുറവായിരിക്കും കിട്ടുന്നത്, അപ്പോൾ അത് കൂടുതൽ ഇവിടെ എത്തിക്കണം. അങ്ങനെയൊക്കെയുള്ള അനലറ്റിക്സ്, ബൈയിങ് പാറ്റേൺ, ഒരു ഏരിയയിലെ ആൾക്കാർക്ക് ഒരു സാധനം കൂടുതൽ വാങ്ങുന്നത് ചിലപ്പോൾ അവർക്ക് അവരുടെ ആ ഏരിയയിൽ ഒരു ഇതായിരിക്കും. സോ ആ ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുക, ഇതിനൊക്കെ ഡേറ്റ പ്രോസസ്സിംഗ് നമ്മളെ സഹായിക്കും. സോ ഇതൊക്കെ വെച്ചിട്ട് ബിസിനസ് സ്ട്രാറ്റജീസ് ഫോമുലേറ്റ് ചെയ്യണം. നമുക്കിപ്പം ഒരു മൊത്തത്തിൽ എല്ലാം കൂടെ ഒരൊറ്റ സ്ട്രാറ്റജിയിൽ പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു ഇന്ത്യയിൽ മൊത്തത്തിൽ ഉള്ളൊരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യ മൊത്തം ഒരേ ലെവൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈവേഴ്സിഫിക്കേഷൻ ഉള്ള ഒരു കൺട്രിയാണ്, അല്ലേ? അവിടെ ഒരുപാട് ആൾക്കാർ, ഇപ്പം നമ്മുടെ നോർത്തിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ അതുപോലെ ആയിരിക്കത്തില്ല നമ്മുടെ സൗത്തിലുള്ള ആൾക്കാർ ജീവിക്കുന്നത്. സോ ആൾക്കാരുടെ പർച്ചേസിങ് രീതികൾ, അല്ലെങ്കിൽ ആൾക്കാരുടെ ബൈയിങ് രീതികൾ, അവിടെ ഏത് ടൈപ്പ് പ്രോഡക്ട്സിനോടാണ് അവർ അട്രാക്റ്റഡ് ആവുന്നതെന്നുള്ളത്, ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്ത് സഹായിക്കും? ഡേറ്റ പ്രോസസ്സിംഗ് സഹായിക്കും. അടുത്തത് പേഴ്സണലൈസ്ഡ് സർവീസസ്. അതായത് മേജർ ഓർഗനൈസേഷൻസ് ട്രൈ ടു പ്രൊവൈഡ് കസ്റ്റമൈസ്ഡ് സർവീസസ് ടു ദർ കൺസ്യൂമേഴ്സ് ആസ് എ മെത്തേഡ് ഓഫ് എൻഹാൻസിങ് ദർ റെപ്യൂട്ടേഷൻ ആൻഡ് ഇൻക്രീസിങ് ദർ കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ. കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് ആഗ്രഹിക്കുന്ന സാധനങ്ങൾ കൊടുക്കാൻ പറ്റണം. അതാണ് പേഴ്സണലൈസ്ഡ് സർവീസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, കസ്റ്റമർ ആഗ്രഹിക്കുന്ന സാധനം കിട്ടുമ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ്, അല്ലാത്ത പക്ഷം അവർ വേറെ പ്രോഡക്റ്റ് തേടിപ്പോവും. മനസ്സിലായോ? ദാറ്റ്സ് ഇറ്റ്. അടുത്ത അഡ്വാൻസ് കസ്റ്റമർ സർവീസസ്. Capacity to give superior customer services goes in hand to hand with ability to produce customized services. മുമ്പേ പറഞ്ഞ പോലെ തന്നെ client interactions may be evaluated in real time. More effective recommendations can be offered to the customer care agent managing the customer's case throughout the conversation. കസ്റ്റമറിനോടുള്ള ഇൻറ്ററാക്ഷൻ കൂടുതൽ കൂട്ടുക, കസ്റ്റമേഴ്സിന് തന്നെ ആ ഒരു പ്രോഡക്റ്റിനോടുള്ളൊരു ബഹുമാനം കൂട്ടുക, അല്ലേ? അത് കസ്റ്റമർ സർവീസസ് കുറച്ചുകൂടെ സെറ്റാക്കിയെടുക്കും. ഇപ്പം ചില വണ്ടികൾ നമ്മൾ പറയും വണ്ടി അടിപൊളിയാണ് പക്ഷേ സർവീസ് കാണത്തില്ലെന്ന്, അല്ലേ? നമുക്കിപ്പം വണ്ടി അടിപൊളിയാണ് സർവീസും അടിപൊളിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അങ്ങനെ മനസ്സിലായോ? ചില പ്രോഡക്റ്റ്സ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞ വെച്ചായിരിക്കും നമ്മൾ നോക്കുന്നത്, ഇതിപ്പം അതിനൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആഫ്റ്റർ സെയിൽ സർവീസ് നന്നായിട്ട് കിട്ടുമോ എന്ന് നമ്മൾ നോക്കും, അല്ലേ? അപ്പം അതൊരു വലിയൊരു ഘടകമാണ്. അടുത്തത് predictive analysis. Predictive analysis enables an organization in the financial sector to extrapolate from existing data and anticipate what may occur in the future. അതായത് നിലവിലുള്ള ഡേറ്റയിൽ നിന്നും ഒരു പാറ്റേൺ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഭാവിയിൽ എന്ത് സംഭവിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. അത് ആ ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ ഒരു ബെനിഫിറ്റാണ്. നമ്മൾ പാസ്റ്റ് ഇയർ ട്രെൻഡ്സ് ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മളൊരു ട്രെൻഡ് അനലൈസ് ചെയ്തിട്ട് ഭാവിയിലേക്ക് എന്ത് സംഭവിക്കുമെന്നും ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മാർക്കറ്റിൽ നിലവിലുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് സ്റ്റെബിലിറ്റി കിട്ടും. അടുത്തത് ഫ്രോഡ് ഡിറ്റക്ഷൻ. ഇങ്ങനെ ഡേറ്റ പ്രോസസ്സിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രോഡ്സിനെ ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ, അതിക്കുള്ളൊന്നും പറയുന്നില്ല. അനോമലി ഡിറ്റക്ഷൻ. അനോമലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്നോർമാലിറ്റി, അങ്ങനെ വേണേൽ പറയാം. സോ detecting abnormalities in customer bank accounts activities partly because anomalies are only proved to be anomalous after the event happens. ഇപ്പോൾ ഉദാഹരണം പറയാനാണെങ്കിൽ ഒരു കമ്പനിയുടെ ഓണർ പെട്ടെന്ന് ബാങ്കിൽ നിന്ന്
നല്ല ഹ്യൂജ് എമൗണ്ട്സ് വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. പക്ഷേ ഡെപ്പോസിറ്റ് ഒന്നും ഹാപ്പൻ ചെയ്യുന്നില്ല. ഈ കമ്പനി കുറച്ച് ലോസിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതേ സമയം ഇങ്ങനെ നല്ല ഹ്യൂജ് എമൗണ്ട് ഇയാൾ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? അയാൾ അവിടെ ഒരു തിരിമറി നടത്താൻ അല്ലെങ്കിൽ അയാൾ ഇതുകൊണ്ട് മുങ്ങാനുള്ള സാധ്യതയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അനോമലീസ് അല്ലെങ്കിൽ ഇതേപോലെ സംഭവിക്കാൻ സാധ്യതയുള്ള സ്കാംസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഡിസാസ്റ്റേഴ്സൊക്കെ സംഭവിക്കുന്നതിന് മുന്നേ തന്നെ നമുക്കിത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അടുത്തത് ആൽഗോറിതമിക് ട്രേഡിംഗ്. ആൽഗോറിതമിക് ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ട്രേഡിംഗ് ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ തന്നെ ഒരു പാറ്റേൺ ഒക്കെ അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ചല്ലേ. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു മാർക്കറ്റിനെ അറിഞ്ഞ് ട്രേഡിംഗ് ചെയ്യാൻ പറ്റുന്ന AI ഒക്കെ വരും. അതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ സാധാ ലെവലായിരിക്കത്തില്ല. ഓക്കെ. ആൽഗോറിതമിക് ട്രേഡിംഗ് ഹാപ്പൻസ് വെൻ ആൻ അൺസൂപ്പർവൈസ്ഡ് കമ്പ്യൂട്ടർ യൂട്ടിലൈസിംഗ് ദ ഇൻ്റലിജൻസ് സപ്ലൈഡ് ബൈ ആൻ ആൽഗോറിതം trades are just on the stock market. As a consequence, it may eliminate the risk of loss caused by indecision and human error. നിലവിൽ മനുഷ്യർ ട്രേഡ് ചെയ്യുമ്പോൾ എന്താണ് എല്ലാവരും പറയുമോ സ്റ്റോക്കിലിട്ട് നഷ്ടമാണെന്ന് പറയും. ആ ഒരു സംഭവമേ കാണത്തില്ല. കാരണം AI അറിയാം. AI മാർക്കറ്റിനെ പഠിച്ച് ഔട്ട്സൈഡിൽ നടക്കുന്ന കാര്യങ്ങളെ പഠിച്ച് രണ്ടും കൂടെ വെച്ചിട്ടായിരിക്കും ഡിസിഷൻ പറയുന്നത്. അവിടെ ആക്യുറസിയുടെ ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹൈ ആയിരിക്കും. സോ അതാണ് ആൽഗോറിതമിക് ട്രേഡിംഗ്. സോ നമ്മുടെ ഫസ്റ്റ് സബ് മൊഡ്യൂൾ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ. ഞാനിത് വളരെ ഷോർട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റ് നോക്കിക്കോ വേണമെങ്കിൽ. ഫസ്റ്റ് സബ് മൊഡ്യൂൾ മാനുവൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്, പിന്നെ റിസ്ക് അനലിറ്റിക്സ്. കുറേ ഇതിനിടയിൽ വേണ്ടാത്ത കുറേയൊക്കെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാനതെല്ലാം കട്ട് ഷോർട്ട് ആക്കിയിട്ട് അത്രയും പോയിൻറ്റ്സിന് നിങ്ങൾക്ക് സമ്മറൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എക്സാമിനാണെങ്കിലും ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എഴുതാൻ പറ്റും. ഇപ്പോൾ ഈ 9 പോയിൻറ്റ്സ് ഉണ്ട്. ഇത് വലിച്ചു വാരി കുറേ കൊടുത്തിട്ടുണ്ട്. നമ്മളതെല്ലാം ഷോർട്ടാക്കി എക്സാം റെലവൻറ്റ് ഡേറ്റ ആക്കി എടുത്തിട്ടുണ്ട്. ഞാനും ഇന്നേവ എന്താ ചെയ്തത്? ഡേറ്റ പ്രോസസ്സിങ്ങാണ് ചെയ്തത്. ഓക്കെ, ശരി. സോ നമുക്ക് അടുത്ത സബ് മൊഡ്യൂൾ നോക്കാം. ഫങ്ഷൻസ് ഓഫ് ഡേറ്റ പ്രോസസ്സിങ്. എന്താണ് ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ ഫങ്ഷൻസ് എന്നുള്ളത്? ഫസ്റ്റ് വൺ, വാലിഡേഷൻ. ഡേറ്റ വാലിഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ ആക്ടിവിറ്റി എയിംഡ് അറ്റ് വെരിഫൈങ് വെദർ ദ വാല്യൂസ് ഓഫ് എ ഡേറ്റ ഐറ്റം കംസ് ഫ്രം ദ ഗിവൺ സെറ്റ് ഓഫ് അക്സെപ്റ്റബിൾ വാല്യൂസ്. അതായത് വാലിഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് കുറച്ച് ഡേറ്റ വേണം. ഈ എടുക്കുന്ന ഡേറ്റ നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് കൊള്ളാവുന്നത് തന്നെയാണോ എന്ന് നോക്കുന്നതാണ് വാലിഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. വെരിഫൈങ് വെദർ ദ വാല്യൂ ഓഫ് എ ഡേറ്റ ഐറ്റം കംസ് ഫ്രം സെറ്റ് ഓഫ് അക്സെപ്റ്റബിൾ വാല്യൂസ്. ഓക്കെ, ഉദാഹരണം പറയാനാണെങ്കിൽ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലോഞ്ച് ചെയ്യണം. പക്ഷേ ആ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂഷ്വലി നമ്മളെന്താ ചെയ്യുക? നമ്മൾ മേക്ക് ഓർ ബൈ ഡിസിഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിസിഷൻസ് ഒക്കെ നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ അതിൻ്റെ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കും അല്ലേ, ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കും, പ്രോഫിറ്റ് കണ്ടുപിടിക്കും അല്ലേ. ശരി. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇനി നമുക്കപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് വേണ്ടതാണ് സെയിൽസ്, വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, ഇത്ര 3 കിട്ടിയാൽ മതി. ഇതിന് പകരം എനിക്കൊരു ഫുൾ P&L തരിക. ആ P&Lനകത്താണെങ്കിൽ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്സ് കാണും, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കാണും. ഇതൊക്കെ നമുക്ക് ശരിക്കും റെലവൻ്റ് ആണോ? അല്ല. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് വേണ്ട ഡേറ്റ മാത്രം കിട്ടിയാൽ മതി. പറഞ്ഞു മനസ്സിലായോ? നമുക്ക് ആവശ്യമുള്ള ഡേറ്റ മാത്രം എടുത്താൽ മതി. ആ എടുക്കുന്ന ഡേറ്റ നമുക്ക് ഉപകാരപ്രദമുള്ളതാണോ എന്ന് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് ഡേറ്റ വാലിഡേഷൻ. സോർട്ടിങ്. ഓർഗനൈസിങ് ഡേറ്റ ഇൻറ്റു മീനിങ്ഫുൾ ഓർഡർ ടു മേക്ക് ഇറ്റ് സിംപിളർ ടു കോംപ്രിഹെൻഡ്, അനലൈസ് ആൻഡ് വിഷ്വലൈസ്. അതായത് ഇപ്പം ഡേറ്റേനെ തന്നെ നമ്മൾ വീണ്ടും സോർട്ട് ചെയ്യും. അതായത് ചുമ്മാ എല്ലാം കൂടെ കുറേ വലിച്ചു വാരി കിടക്കാതെ തന്നെ അതിനെ നമ്മൾ റെലവൻ്റ് ആയിട്ടുള്ള ഡേറ്റ ഏതാ, ഇറലവൻ്റ് ആയിട്ടുള്ള ഡേറ്റ ഏതാ, ഇപ്പം സെയിൽസിന് വേണ്ട ഡേറ്റ ഏതാ, പ്രൊഡക്ഷന് വേണ്ട ഡേറ്റ ഏതാ, അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് സോർട്ട് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക. അതൊക്കെയാണ് സോർട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ സോർട്ടിംഗ് എന്താണെന്ന് ഞാൻ പറഞ്ഞിടേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. നമ്മളൊരു തരംതിരിക്കുക, അതാണ് സോർട്ടിംഗ്. അഗ്രിഗേഷൻ. Aggregation refers to any process in which data is collected and summarized. When data is aggregated, individual data rows, which are often compiled from several sources, are replaced with summaries or totals. Aggregation. Aggregate എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ടോട്ടൽ എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ ട്രയൽ ബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എല്ലാ അക്കൗണ്ടിൻ്റെയും നോർമൽ ബാലൻസ് ആണ് കാണിക്കുന്നത്. എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും ടോട്ടൽ സമ്മറിയാണ് ട്രയൽ ബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ. സോ ഇന്നേവേ നമുക്ക് ട്രയൽ ബാലൻസ് അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും അഗ്രിഗേഷൻ്റെ. ഓക്കെ. അനാലിസിസ് ഇസ് ദ പ്രോസസ് ഓഫ് ക്ലീനിങ്, കൺവേർട്ടിങ്, മോഡലിംഗ് ഡേറ്റ ടു ഒബ്റ്റെയിൻ ആക്ഷനബിൾ ബിസിനസ് ഇൻ്റലിജൻസ്. നമുക്ക്
എന്താണ് ഈ കിട്ടിയ ഡേറ്റയെ നമ്മൾ ക്ലീൻ ചെയ്ത് കൺവേർട്ട് ചെയ്ത് അതിനെ വേണ്ട രീതിയിൽ നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തി എടുക്കുക. അതാണ് അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതിനെ വിശകലനം ചെയ്യുക, മലയാളത്തിൽ പറഞ്ഞാൽ ഡേറ്റനെ വിശകലനം ചെയ്ത് നമുക്ക് അതിൽ നിന്നൊരു മീനിങ് ഡെറൈവ് ചെയ്യുക. Reporting is the act of gathering, structuring raw data and turning it into consumable format in order to evaluate the organization's continuous performance. റിപ്പോർട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളിപ്പോൾ ഡേറ്റനെ അനലൈസ് ചെയ്തതിന് ശേഷം ഇതൊരാളോട് പോയി പറയണം, നമുക്കിത് ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ അല്ലെങ്കിൽ എന്താണ് ഈ തീരുമാനം എടുക്കാൻ ഒരു കൂട്ടം ആൾക്കാർ റെഡിയായിട്ട് നിൽപ്പുണ്ട്. അവർക്കിത് നമ്മൾ കൊടുക്കണം. അത് കൊടുത്ത് അതിൻ്റെ മേൽ എന്നാൽ മാത്രമേ അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റത്തുള്ളൂ. Turning it into a consumable format in order to evaluate the organization's continuous performance. The report can provide answers to fundamental inquiries regarding status of the firm. This gives an up-to-date record of the company's financial health or promotion of finances. നമ്മുടെ കമ്പനിയുടെ ഭാവി കാര്യങ്ങളെപ്പറ്റി നിലവിലത്തെ സ്റ്റാറ്റസിനെ പറ്റി നമുക്ക് അറിയാൻ പറ്റും. Classification is the process of classifying data according to the important category so that it may be utilized and safeguarded more effectively. ഡേറ്റയെ തന്നെ നമ്മൾ എന്താണ് എ കാറ്റഗറി, ബി കാറ്റഗറി, സി കാറ്റഗറി, അല്ലെങ്കിൽ നമ്മൾ എന്താണ് പബ്ലിക് ആക്കേണ്ട ഡേറ്റ ഏതാ, പ്രൈവറ്റ് ആക്കേണ്ട ഡേറ്റ ഏതാ, അങ്ങനെയൊക്കെ കാറ്റഗറൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് സ്റ്റാൻഡർഡൈസ്ഡ് പ്രാക്ടീസ് ടു ഡിവൈഡ് ഡേറ്റ ആൻഡ് സിസ്റ്റം ഇൻറ്റു 3 റിസ്ക് കാറ്റഗറീസ്. ലോ റിസ്ക്, ഇഫ് ദ ഡേറ്റ ഈസ് ആക്സസിബിൾ ടു ദ പബ്ലിക്, റിക്കവറി ഈസ് സിമ്പിൾ, ദെൻ ദ ഡേറ്റ കളക്ഷൻ ആൻഡ് മെക്കാനിസം അറൗണ്ട് പോസസ് സ്മോൾ റിസ്ക്. ഈ ലോ റിസ്ക് ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് ആയാലും വലിയ വിഷയമൊന്നുമില്ല, കുഴപ്പമില്ലാത്ത, പബ്ലിക് ആയാലും പബ്ലിക് അറിഞ്ഞാലും പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല, അതാണ് ലോ റിസ്ക് ഡേറ്റ. മോഡറേറ്റ് റിസ്ക് എന്ന് വെച്ചാലോ, ദേ ആർ നോൺ പബ്ലിക് ഓർ ഇന്റേണൽ, ഹൗവർ ഇറ്റ് ഈസ് അൺലൈക്ലി ടു മിഷൻ ക്രിട്ടിക്കൽ ഓർ സെൻസിറ്റീവ് ടു ബി കൺസിഡർഡ് ഹൈ റിസ്ക്. ദ ഇൻ്റർമീഡിയറ്റ് കാറ്റഗറി മേ ഇൻക്ലൂഡ് പ്രൊപ്രൈറ്ററി ഓപ്പറേറ്റിംഗ് പ്രോസസ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, സർട്ടൻ കോർപ്പറേറ്റ് പേപ്പർ വർക്ക്. ഇങ്ങനത്തെ ഡേറ്റ പോയ പ്രശ്നമുണ്ട്, എന്നാൽ വലിയ പ്രശ്നമില്ല, മനസ്സിലായോ? അങ്ങനത്തെ ഡേറ്റയാണ് മോഡറേറ്റ് റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ ഡേറ്റ ഒരു കമ്പനിയുടെ ഇങ്ങനത്തെ മോഡറേറ്റ് റിസ്ക് ഡേറ്റ പബ്ലിക് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കുഴപ്പം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഒരു പരിധി വരെ. എന്നാലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് താനും. അതാണ് മോഡറേറ്റ് റിസ്ക്. ഹൈ റിസ്ക് ആണെങ്കിലോ പബ്ലിക് അറിഞ്ഞാൽ തീർന്നു, ദാറ്റ്സ് ഇറ്റ്. അങ്ങനത്തെ ഡേറ്റയാണ്. സെൻസിറ്റീവ് ഓർ ക്രിട്ടിക്കൽ ടു ഓപ്പറേഷണൽ സെക്യൂരിറ്റി ഫോൾസ് അണ്ടർ ദ ഹൈ കാറ്റഗറി റിസ്ക്. ഇപ്പോൾ നമ്മൾ റിസ്ക് വെച്ചിട്ടാണെങ്കിൽ കോൺഫിഡൻഷ്യൽ ആണെങ്കിൽ ഹൈ, സെൻസിറ്റീവ് ആണെങ്കിൽ മീഡിയം, പബ്ലിക് ആണെങ്കിൽ ലോ, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഡേറ്റ ക്ലാസിഫിക്കേഷൻ പ്രോസസ്സ് പറയുന്നുണ്ട് 3 സ്റ്റെപ്പ്. അണ്ടർസ്റ്റാൻഡ് ദ കറണ്ട് സെറ്റപ്പ്, ക്രിയേഷൻ ഓഫ് ഡേറ്റ ക്ലാസിഫിക്കേഷൻ പോളിസി, പ്രയോറിറ്റൈസ് ആൻഡ് ഓർഗനൈസ് ഡേറ്റ. നിലവിലത്തെ ഡേറ്റ ക്ലാസിഫിക്കേഷൻ സെറ്റപ്പ് നമ്മൾ മനസ്സിലാക്കുക. കറണ്ട് ഡേറ്റ എങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡേറ്റ ഇത് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ് കയ്യിലുള്ളതെന്നുകൂടെ മനസ്സിലാക്കുക, എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ശേഷം ഈ ഡേറ്റനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് ഒരു പ്രോപ്പർ പോളിസി ഡിഫൈൻ ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് എന്താണ്, പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഡേറ്റേനെ അങ്ങനെ പ്രയോറിറ്റി കൊടുത്ത് അതിനെ ടാഗ് ചെയ്ത് മാറ്റി വെക്കുക, അല്ലാത്തതിനെ എന്താണ് നമ്മൾ റിജക്റ്റ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. സെൻസിറ്റീവ് ഡേറ്റ ആണെങ്കിൽ നമ്മൾ അതിന് എന്താണ് കുറച്ചുകൂടെ സെക്യൂരിറ്റി കൊടുത്ത് പൂട്ടി വെക്കണം. പബ്ലിക് ഡേറ്റ ആണെങ്കിൽ പബ്ലിക് ആക്കേണ്ട ഡേറ്റ ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല, അതിന് സെക്യൂരിറ്റി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സോ ഇതാണ് പ്രയോറിറ്റൈസ് ആൻഡ് ഓർഗനൈസ് ഡേറ്റ. സോ ഈ 3 സ്റ്റെപ്പ് ഹെഡിങ് ഓർത്ത് വെക്കുക, ബാക്കി നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സെക്കൻഡ് സബ് മൊഡ്യൂളും കഴിഞ്ഞു. തേർഡ് സബ് മൊഡ്യൂൾ, ഡേറ്റ ഓർഗനൈസേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഡേറ്റ ഓർഗനൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് അൺസ്ട്രക്ചേർഡ് ഡേറ്റ ഇൻറ്റു ഡിസ്റ്റിങ്ക്റ്റ് ഗ്രൂപ്പ്സ്. റോ ഡേറ്റേനെ ഗ്രൂപ്പ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഡേറ്റ ഓർഗനൈസേഷൻ. ദിസ് റോ ഡേറ്റ കംപ്രൈസസ് വേരിയബിൾസ്, ഒബ്സർവേഷൻസ്. ഡേറ്റ ഓർഗനൈസേഷൻസ് allows us to arrange data in a manner that is easy to understand and manipulate. It is challenging to deal with or analyze raw data. ഓക്കെ, റോ ഡേറ്റേനെ നമുക്ക് പ്രോസസ് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ അതിനുള്ള പല പ്രോസസ്സുകളാണ് ഡേറ്റ ഓർഗനൈസേഷൻ അത് പറയുന്നത്. ഡേറ്റ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈസ് ആൻഡ് ക്വാണ്ടിഫൈസ് ഓൾ പൊട്ടൻഷ്യൽ വാല്യൂസ് ഫോർ വേരിയബിൾസ് ആസ് വെൽ ആസ് റിലേറ്റീവ് ഫ്രീക്വൻസി. അത് ഒരു സാധനം എത്ര പ്രാവശ്യം ഒരു വർഷം ഒക്കെ ചെയ്യുന്നു. ഇപ്പം സെയിൽസ് വോളിയം അല്ലെങ്കിൽ എന്താണ് പർച്ചേസ്, നമുക്ക് എത്ര പ്രാവശ്യം ഒരു വർഷം റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം നമുക്ക് എന്താണ് ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പർട്ടിക്കുലർ കോസ്റ്റ് ഇൻകർ ആവുന്നു. ഇതൊക്കെയാണ് ഡേറ്റ ഡിസ്ട്രിബ്യൂഷൻ അതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത്. Any population with a dispersed data is categorized as distribution. It is necessary to establish population's distribution type in order to analyze it using appropriate statistical procedures. So ഒരു ഇൻസിഡൻറ്റ് എത്ര പ്രാവശ്യം ഇൻകർ ആവുന്നു പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം മറ്റേ EBQ എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി, അതുപോലെ EOQ എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ.
പ്രൊഡക്ഷൻ ബ്രേക്ക് ആവാതെ നമുക്ക് എങ്ങനെ ഓർഡർ ചെയ്യാൻ പറ്റും, എത്ര ഓർഡേഴ്സ് പ്ലേസ് ചെയ്യേണ്ടി വരും, അങ്ങനെയുള്ളതൊക്കെ നോക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റെലവൻസ് വരുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കുറച്ച് മെത്തേഡ്സ് ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ സ്റ്റാറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം എക്സാം പർപ്പസിനാണ് പഠിക്കുന്നതെങ്കിൽ ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, കാരണം അന്തവും കുന്തവും ഇല്ലാതെ ജസ്റ്റ് പേരും അതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷനും നമ്മുടെ ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ളൂ. എക്സാമിനും അത്രയും തന്നെ ചോദിക്കത്തുള്ളൂ, അല്ല ഇത് കോൺസെപ്ച്വലി നിങ്ങൾക്ക് ഇത് അറിയാവുന്നൊന്നും ആരും ചോദിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൗണ്ടബിൾ ഡേറ്റ ആൻഡ് ഹാസ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് പൊട്ടൻഷ്യൽ വാല്യൂസ്. എക്സാമ്പിൾ റോളിംഗ് ഡൈസ്. ഇപ്പം നമ്മളിപ്പം ഡൈസ് ഇടുവാന്ന് വിചാരിക്കുക. ഒരു ഡൈസ് ഞാൻ കുലുക്കി ഇടുവാണെന്നുണ്ടെങ്കിൽ അതിന് മാക്സിമം എത്ര വാല്യൂസേ കിട്ടത്തുള്ളൂ? മൊത്തം എനിക്ക് 6 വാല്യൂവേ കിട്ടത്തുള്ളൂ. 6 ഔട്ട്കംസ് എനിക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഫൈനൈറ്റ് ആയിരിക്കും. അതായത് നമ്പർ ഓഫ് ഔട്ട്കംസ് ഒരു ഇവൻ്റ് നടക്കുമ്പോൾ ആ ഇവൻ്റ് കൊണ്ടുണ്ടാകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഒരു ഡൈസ് ഇട്ടാൽ എത്ര? 6 ഔട്ട്കം വരും. ഞാൻ 2 ഡൈസ് ഇട്ടാലോ? മനസ്സിലായോ? 2 ഡൈസ് ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 36 അതിൽ കൂടുതലോ ഔട്ട്കംസ് വരാം അല്ലേ? 36 ആണെന്നാണ് എൻ്റെ വിശ്വാസം. 36 അല്ല, അതിൽ കൂടുതൽ പോകും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സോ എങ്ങനെ പോയാലും ഔട്ട്കംസ് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? സോ അതാണ് പറയുന്നത് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിനകത്ത് തന്നെ ഫർദർ നമുക്ക് 4 ടൈപ്സ് പറയുന്നുണ്ട്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ക്വാണ്ടിഫൈസ് ദ ചാൻസ് ഓഫ് ഒബ്റ്റൈനിങ് എ സ്പെസിഫിക് നമ്പർ ഓഫ് സക്സസസ് ഓർ ഫെയിലിയേഴ്സ് ഓഫ് ഈച്ച് എക്സ്പെരിമെൻറ്റ്. ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന് എത്ര നമ്പർ ഓഫ് സക്സസ് കിട്ടുന്നു, എത്ര നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് കിട്ടുന്നു എന്നുള്ളത് ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. എക്സാമ്പിൾ ടോസിങ് എ കോയിൻ. ഓക്കെ, likelihood of a coin falling on its head is 1/2 and probability of coin landing on its tail is 1/2. ഒരു കോയിൻ ഞാൻ ടോസ് ചെയ്യുന്നു. ടോസ് ചെയ്യുമ്പോൾ ആ കോയിൻ ഹെഡ് വീഴാനുള്ളത് 50% ആണ്, ടെയിൽ വീഴാനുള്ളത് 50% ആണ് അല്ലേ? ഈക്വലാ. അടുത്തത് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ദാറ്റ് ക്വാണ്ടിഫൈസ് the chance of certain number of events occurring in a given time period where the event occurs in a well-defined order. Example, number of flaws, mistakes, accidents. സോ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിനകത്ത് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റും നോർമൽ ലോസ് ഇത്ര ശതമാനമായിരിക്കും, അല്ലെങ്കിൽ ചാൻസസ് ഓഫ് എറേഴ്സ് ഇത്രയായിരിക്കും എന്നൊക്കെ നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് പറയാൻ പറ്റും. അങ്ങനെ അത് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇതാണ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. അത്രയും മനസ്സിലാക്കിയാൽ മതി. അടുത്തത് ഹൈപ്പർ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. ഹൈപ്പർ ജോമെട്രിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ചാൻസസ് ഓഫ് സർട്ടൺ നമ്പർ ഓഫ് സക്സസസ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് ഫ്രം സഫിഷ്യൻ്റ്ലി ലാർജ് പോപ്പുലേഷൻ. അതായത് ഇതേപോലെ തന്നെ ട്രയൽ നോക്കുമ്പോൾ എത്ര ട്രയൽസ് സക്സസ് ആകും എന്നുള്ളത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആണ് ഹൈപ്പർ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. അതുപോലെ സാധാ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ഫസ്റ്റ് സക്സസ്. ഉദാഹരണം പറയാനാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഒരു ഗ്രൂപ്പ് ഓഫ് ഹോക്കി പ്ലേയേഴ്സിനെ നമ്മൾ എടുക്കാമെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മളിങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ നോക്കി വരുമ്പോൾ അതിലൊരുത്തൻ ഒളിമ്പിക്സിൽ പ്ലേ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അത് ഫസ്റ്റ് സക്സസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു കമ്പനി എംപ്ലോയീസിനെ ഹയർ ചെയ്യണം. സോ അവരുടെ ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ SAP പഠിച്ചിട്ടുള്ള SAP പഠിച്ചിട്ടുള്ള ആളായിരിക്കണം എന്നായിരിക്കും, അല്ലെങ്കിൽ ക്വാളിഫൈഡ് CMA ആയിരിക്കണം എന്നുള്ളതായിരിക്കും. അപ്പോൾ കുറേ പേര് നിൽപ്പുണ്ടെന്ന് വിചാരിക്കുക, BCom, MCom അങ്ങനെ വന്നിട്ട് CMA. ഓക്കെ, അപ്പം ഇപ്പോൾ ഒരു 10 പേരുണ്ടെന്നുണ്ടെങ്കിൽ BCom, MCom, MBA, CMA. ഓക്കെ, 6ാമത്തേതാണ് ഫസ്റ്റ് സക്സസ്. കമ്പനിക്ക് CMA കാരെയായിരുന്നു വേണ്ടത്, ആ CMA കാരൻ 6ാമത്തെ സ്ഥാനത്താണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഓക്കറൻസ് ഓഫ് ഫസ്റ്റ് സക്സസ്. ഇതാണ് ഒരു എക്സാമ്പിൾ. ഓക്കെ, സോ എക്സാമ്പിളിൽ പറഞ്ഞിട്ട് മാർക്കറ്റിംഗ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രം എൻ അഡ്വർടൈസിംഗ് ഫേം ചൂസസ് ഹോക്കി പ്ലേയേഴ്സ് ഫ്രം സെവറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറ്റ് എ റാൻഡം ടിൽ ഹി ഡിസ്കവേഴ്സ് ആൻ ഒളിമ്പിക് പാർട്ടിസിപ്പൻറ്റ്. എക്സാമ്പിൾ മനസ്സിലായല്ലോ. എക്സാമ്പിളൊക്കെ എക്സാമിന് എഴുതണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെന്നില്ല. ഇതെന്താണ് ഞാൻ ഈ മഞ്ഞയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടില്ലേ, അത് മതി. 1 ലൈൻ എഴുതാനുള്ളത് പഠിച്ചാൽ മതി. അടുത്തത് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് അൺലിമിറ്റഡ് നമ്പർ ഓഫ് ഡേറ്റ പോയിൻറ്റ്സ് ദാറ്റ് മേ ബി റെപ്രസെൻറ്റ് ആസ് എ കണ്ടിന്യൂസ് മെഷറിംഗ് സ്കെയിൽ. അതായത് ഇതിന് നമുക്ക് ഔട്ട്കംസ് ഇൻഫിനിറ്റ് ആയിരിക്കും. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഈസ് എ റാൻഡം വേരിയബിൾ with unlimited and uncountable set of potential values. It is more than a simple count and is often described using probability density functions PD. നമ്മൾ ഉദ്ദേശിക്കുന്ന PDF അല്ല ഈ PDF. മറ്റേത് പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ്, ഇത്
പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഇത് ഇതിനകത്ത് മാത്രം യൂസ് ചെയ്യുന്ന PDF ആണ്, വേറെ രണ്ടും വേറെ. ഓക്കെ, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഡിസ്ക്രൈബ്സ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ റാൻഡം വേരിയബിൾ. ഓക്കെ, കുറച്ചുകൂടെ ഹയർ ടെക്നിക്കൽ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്, പക്ഷേ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾ പോകണ്ട, ഇത് മനസ്സിലാക്കിയിരിക്കുക. അതിൻ്റെ ടൈപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ബെൽ ഷേപ്ഡ് കർവ് വിത്ത് എ ഗ്രേറ്റർ ഫ്രീക്വൻസി അറൗണ്ട് ദ കോർ പോയിന്റ് മതി. ആസ് വാല്യൂസ് ഗോസ് അവേ ഫ്രം ദ സെൻട്രൽ വാല്യൂ ഓഫ് ഈച്ച് സൈഡ് ദ ഫ്രീക്വൻസി ഡ്രോപ്സ് ഓട്ടോമാറ്റിക്കലി. അടുത്ത ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഈ ലോഗ് നോർമലും നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനലൈസ് ചെയ്യാനാണ്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ follows a log normal distribution if the distribution of its natural logarithm is normal. As sample size rises, the distribution variable approaches a normal distribution independent of the distribution of the individuals. F distribution എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ, ഇറ്റ് ഈസ് എൻ അസിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് നോ മാക്സിമം വാല്യൂ ആൻഡ് മിനിമം വാല്യൂ ഓഫ് 0. ഇതുപോലെ തന്നെ ചീ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വിത്ത് സ്റ്റാൻഡർഡൈസ്ഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആർ സ്ക്വയർഡ് ആൻഡ് ആഡഡ്. Exponential distribution, probability distribution, one of the most employed continuous distribution used to represent products with consistent failure rate. ഒരു പ്രോഡക്റ്റ് അതിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫെയിലിയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താണ് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യണം എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. അതുപോലെ ടി സ്റ്റുഡൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ യൂസ്ഡ് ഫ്രീക്വൻറ്റ്ലി ഫോർ ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസിസ് ആൻഡ് ബിൽഡിംഗ് കോൺഫിഡൻസസ് ഇൻ ഇൻ്റർവെൽസ് ഫോർ മീൻസ്. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വെൻ ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കനോട്ട് ബി ഡിറ്റർമിൻഡ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ എന്താ നിങ്ങൾ പിന്നെ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇത് പേര് പഠിക്കുക, 1 ലൈൻ എക്സ്പ്ലനേഷൻ പഠിക്കുക. ഇതെന്താണ് ഏതാണെന്നൊക്കെ എഴുതാനാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് കോൺസെപ്ച്വലി മനസ്സിലാക്കാനാണെങ്കിൽ ഇത് ഒരുപാടുണ്ട്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് കാര്യമായിട്ട് ഒരുപാട് വലിയൊരു സബ്ജക്റ്റാണ്. സോ ഫോർ ദ ടൈം ബീങ് എക്സാമിനല്ലേ ആ കൂടെ 20 മാർക്ക്, ആ 20 മാർക്കിൽ തന്നെ കൂടി വന്നാൽ 7 മാർക്ക്. അതിന് വേണ്ടിയിട്ടുള്ളത് മാത്രം നിങ്ങൾ പഠിച്ച് വെക്കുക. നിങ്ങൾ അതേ ചെയ്യത്തുള്ളൂ എന്ന് എനിക്കറിയാം. ഓക്കെ, സോ അത്രയേ ഉള്ളൂ എന്ത് നമ്മുടെ ഡേറ്റ ഓർഗനൈസേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ആൻഡ് അടുത്തത് നമ്മുടെ ഡേറ്റ ക്ലീനിങ് ആൻഡ് വാലിഡേഷൻ. ക്ലീനിങ് ആൻഡ് വാലിഡേഷൻ ഇത് ഇമ്പോർട്ടൻ്റാണ്. എന്താണ് ഡേറ്റ ക്ലീനിങ്, എന്താണ് ഡേറ്റ വാലിഡേഷൻ നമ്മൾ പഠിക്കും. ഇപ്പോൾ ഡേറ്റ ക്ലീനിങ് ഇസ് ദ പ്രോസസ് ഓഫ് കറക്റ്റിംഗ് ഓർ ഡിലീറ്റിംഗ് ഇൻആക്യുറേറ്റ്, കറപ്റ്റഡ്, ഇംപ്രോപ്പർലി ഫോർമാറ്റഡ്, ഡ്യൂപ്ലിക്കേറ്റ് ഓർ ഇൻസഫിഷ്യൻറ്റ് ഡേറ്റ ഫ്രം എ ഡേറ്റ സെറ്റ്. നമുക്ക് ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡേറ്റ ആദ്യമേ കളക്ട് ചെയ്യും. ഈ കളക്ട് ചെയ്യുന്ന ഡേറ്റ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് അതിനകത്ത് തെറ്റ് കാണും, ഡ്യൂപ്ലിക്കേഷൻ കാണും, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇൻകംപ്ലീറ്റ് കാണും. പ്രോപ്പർ അല്ലാത്ത ഡേറ്റേനെ നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റ സെറ്റിൽ നിന്ന് പെറുക്കി കളയുന്നതാണ് എന്ത് ഡേറ്റ ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ മക്കളെ? ഇപ്പം ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ ഡേറ്റ വെച്ചിട്ടല്ല, പണ്ട് നമ്മൾ ഈ നെല്ല് പാറ്റുക എന്ന് പറയും. നമ്മളിങ്ങനെ എന്താണ് നെല്ലും അതിൻ്റെ എന്താണ് ഉമിയും സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറയും അല്ലേ, എന്നിട്ട് അരിയെ വേർതിരിക്കും എന്ന് പറയുന്ന പോലെ തന്നെ വേണ്ട സാധനം നല്ലതിനെ എടുക്കുക, ചീത്തേനെ തിരസ്കരിക്കുക. ഓക്കെ, ഇന്നേവേ പറയാനാണെങ്കിൽ നമ്മൾ ഈ മണലൊക്കെ അരിക്കത്തില്ലേ, അരിക്കുമ്പോൾ തരിയുള്ളത് അല്ലെങ്കിൽ കല്ലൊക്കെ ഉള്ളത് എന്താണ് അരിപ്പയ്ക്കകത്ത് കിടക്കും, അത് വേണ്ടാത്തതാണ്, അത് കളയും. എന്നിട്ട് നല്ല ഫൈൻ പാർട്ടിക്കിൾസ് ആയിരിക്കും നമ്മൾ വീട് പണിക്കൊക്കെ എടുക്കുന്നത്. ഇതേപോലെ തന്നെ. സോ സ്റ്റെപ്സ് ഫോർ ഡേറ്റ ക്ലീനിങ്. റിമൂവൽ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് ആൻഡ് ഇറലവൻറ്റ് ഇൻഫർമേഷൻ. സ്റ്റെപ്സ് പഠിച്ചോണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ്സിനെ റിമൂവ് ചെയ്യുക. എലിമിനേറ്റ് അൺനെസസറി ഒബ്സർവേഷൻസ് ഫ്രം യുവർ ഡേറ്റ സെറ്റ് സച്ച് ആസ് ഡ്യൂപ്ലിക്കേറ്റ് ഓർ ഇറലവൻറ്റ് ഒബ്സർവേഷൻസ്. നമുക്ക് റെലവൻ്റ് അല്ലാത്ത എന്താണ് റിഡണ്ടൻ്റ് ആയിട്ട് കിടക്കുന്ന, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കിടക്കുന്ന വേണ്ടാത്ത ഡേറ്റയെ നമ്മളെടുത്ത് കളയണം. ഡീഡ്യൂപ്ലിക്കേഷൻ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ ഫോർ ദിസ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, ദിസ് മേക്സ് അനാലിസിസ് മോർ എഫക്റ്റീവ് ആൻഡ് റെഡ്യൂസ് ദ ഡിസ്ട്രാക്ഷൻസ് ഫ്രം യുവർ കോർ ഒബ്ജക്റ്റീവ് ഇൻ അഡീഷൻ ടു പ്രൊഡ്യൂസ് മോർ മാനേജബിൾ ആൻഡ് എഫക്റ്റീവ് ഡേറ്റ സെറ്റ്. അപ്പം ഒരേ ഐറ്റം തന്നെ ഒരു 10, 20, 30 പ്രാവശ്യം കിടപ്പുണ്ടെങ്കിൽ നമ്മൾ ഇത് തന്നെ പിന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ ചിലപ്പോൾ എന്താണ് എടുക്കുന്ന ഡേറ്റ ചിലപ്പോൾ എന്താണ് ശരിയായിരിക്കണം എന്നില്ല. ഡ്യൂപ്ലിക്കേറ്റ്സിനെ റിമൂവ് ചെയ്യുക. 2, ഫിക്സ് സ്ട്രക്ചറൽ എറേഴ്സ്. നമ്മുടെ ഡേറ്റ എടുക്കുന്ന ഡേറ്റയ്ക്കകത്തുള്ള സ്ട്രക്ചറൽ എറേഴ്സ്, അതായത് ഇപ്പം സ്പെല്ലിംഗ് മിസ്റ്റേക്സ്, അല്ലെങ്കിൽ ഫോർമാറ്റുള്ള തെറ്റ്, അല്ലെങ്കിൽ എന്താണ് പ്രോപ്പറായിട്ട് ഉള്ള കറൻസി സിമ്പൽ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് ഫിക്സ് ചെയ്യുക. അതാണെന്ത് സ്ട്രക്ചറൽ എറേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പം ഒരു സെൻറ്റൻസ് എഴുതണം, ആ സെൻറ്റൻസ് പ്രോപ്പറായിട്ട് ആയിരിക്കത്തില്ല എഴുതിയേക്കുന്നത്, അതിൻ്റെ ഫോണ്ട് കറക്റ്റ് ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ അതിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാണും, ഗ്രാമർ മിസ്റ്റേക്ക് കാണും. ഇതെല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. അതാണെന്ത് സ്ട്രക്ചറൽ എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 3, ഫിൽട്ടർ അൺവാണ്ടഡ് ഔട്ട്ലയേഴ്സ്. ഓക്കെ, occasionally when you encounter observation that at first look do not appear to fit inside the data you are evaluating, if you have valid cause to eliminate an outlier such as an erroneous data input, doing so will improve the performance of the data you are analyzing.
അതായത് നമ്മൾ എടുക്കുന്ന ഡേറ്റയ്ക്കകത്ത് ഇത് എററാണ് എന്ന് തിരിച്ചറിയുന്ന, അല്ലെങ്കിൽ എററാണ് ഈ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് തിരിച്ചറിയുവാണെങ്കിൽ നമ്മൾ ആ എററിനെ മാറ്റണം, അത്രേ ഉള്ളൂ. ഇൻപുട്ട് കൊടുത്താലേ നമുക്ക് പ്രോപ്പർ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. ആ ഇൻപുട്ടിൽ തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് മാറ്റണം, അത്രേ ഉള്ളൂ. Remember that existence of an outlier does not imply that it is erroneous. The step is required to validate the number. Consider deleting an outlier if it appears to be unrelated to analysis or error. നമുക്ക് എടുക്കുന്ന ഡേറ്റേനെ ബാധിക്കുന്ന രീതിയിലുള്ള എറേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റിമൂവ് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നമ്മുടെ അനാലിസിസിന് ഇത് ബാധകമല്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഡേറ്റ, ഇറലവൻ്റ് ആയിട്ടുള്ള ഡേറ്റേനെ നമ്മൾ എന്താണ് ഡിസിഷൻ മേക്കിംഗ് നമ്മൾ എടുക്കരുത് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റയ്ക്കകത്ത് തന്നെ നമ്മൾ നോക്കണം, ഇത് നമുക്ക് ശരിക്കും നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമാണോ, റെലവൻ്റ് ആണോ നോക്കണം. അങ്ങനെ റെലവൻ്റ് അല്ലെങ്കിൽ എന്താണ്, എറർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനെ എടുത്ത് മാറ്റിയിരിക്കണം. ദാറ്റ്സ് ഇറ്റ്. സ്റ്റെപ്പ് 4, ഹാൻഡിൽ മിസ്സിംഗ് ഡേറ്റ. ഓക്കെ, ദർ ആർ സെവറൽ അപ്രോച്ചസ് ടു ഹാൻഡിൽ മിസ്സിംഗ് ഡേറ്റ. അതായത് മിസ്സിംഗ് ഡേറ്റ, നമുക്ക് വേണ്ട ഡേറ്റ, നമുക്ക് ഒരു ഐറ്റം വേണമായിരിക്കും, പക്ഷേ നമ്മൾ എടുത്ത ഡേറ്റ സെറ്റിനകത്ത് അത് കാണത്തില്ല. സോ ഫസ്റ്റ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്സർവേഷൻ വിത്ത് മിസ്സിംഗ് വാല്യൂ മേ ബി ഡ്രോപ്ഡ്, ബട്ട് ഡൂയിങ് സോ മേ റിസൾട്ട് ഇൻ ലോസ് ഓഫ് ഇൻഫർമേഷൻ. ദിസ് ഷുഡ് ബി കെപ്റ്റ് ഇൻ മൈൻഡ് ബിഫോർ ഡൂയിങ് സോ. സോ ഒരു ഐറ്റം, നമ്മുടെ കൺസിഡറേഷനുള്ള ഒരു ഐറ്റം, അതിന് വേണ്ട ഡേറ്റ നമ്മുടെ ഇല്ലെന്ന് വിചാരിക്കുക, നമ്മൾ ആ ഐറ്റത്തിനെ മൊത്തത്തിൽ ഇഗ്നോർ ചെയ്യുക. ഓക്കെ, സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ the missing numbers may be ended based on the observations. Again, this is a chance of data integrity may be compromised as actions may be based on assumptions rather than real observations. മറ്റ് ഒബ്സർവേഷൻസിന്, ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള മറ്റ് ഒബ്സർവേഷൻസിനെ നോക്കിയിട്ട് നമ്മൾ വേണമെങ്കിൽ അതിൻ്റെ ഡേറ്റ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക, പക്ഷേ അപ്പോഴും എറർ എലമെൻറ്റ് അവിടെയുണ്ട്. സോ അത് നമ്മൾ എന്താണ് ആലോചിച്ച് ചിന്തിച്ചിട്ടൊക്കെ വേണം അത് ചെയ്തു കൊടുക്കാൻ. അതാണ് രണ്ട് അപ്രോച്ചുകൾ എന്തിനെ മിസ്സിംഗ് ഡാറ്റ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ളത്. And step 5, validation and Q&A. Okay, as a part of basic validation, one should be able to answer the following questions at the conclusion of the data cleaning. Data cleaning ൻ്റെ അവസാനം നമ്മൾ ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്താണ് മനസ്സിൽ ആലോചിച്ച് നോക്കണം. ഡസ് ദ ഡേറ്റ മേക്ക് സെൻസ്? ഞാൻ കളക്ട് ചെയ്ത ഡേറ്റ കൊണ്ട് എന്തെങ്കിലും എന്താണ് ഇതുകൊണ്ട് ഒരു സെൻസ് ഉണ്ടോ? ഇതുകൊണ്ട് നമുക്ക് ഡേറ്റ ഗുണമുണ്ടോ? ഡസ് ദ ഡേറ്റ അഡയർ ടു ദ റെഗുലേഷൻസ് ആപ്ലിക്കബിൾ ടു ഇറ്റ്സ് ഫീൽഡ്? ഞാൻ എന്ത് കാര്യത്തിനാണോ ഈ ഡേറ്റ കളക്ട് ചെയ്തേക്കുന്നത് ആ കാര്യങ്ങൾക്ക് ഈ ഡേറ്റ ഉപയോഗപ്പെടുമോ? ഡസ് ഇറ്റ് വെരിഫൈ ഓർ കോൺട്രഡിക്റ്റ് യുവർ വർക്കിംഗ് ഹൈപ്പോത്തസിസ് ഓർ ഡസ് ഇറ്റ് ഷെഡ് എനി ലൈറ്റ് ഓൺ ഇറ്റ്? ഈ ഡേറ്റയും കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതും കൊണ്ട് ഡിസിഷൻ മേക്കിംഗ് പറ്റുമോ? അല്ലെങ്കിൽ ഇതുകൊണ്ടൊരു മാറ്റം എൻ്റെ ഫീൽഡിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വർക്കിൽ വരുത്താൻ പറ്റുമോ? ക്യാൻ ഡേറ്റ പാറ്റേൺ അസിസ്റ്റ് ടു ഇൻ ഫോർമുലേറ്റിംഗ് യുവർ നെക്സ്റ്റ് തിയറി? ഭാവിയിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ഹൈപ്പോത്തസിസ് നടത്തുമ്പോൾ ഈ ഡേറ്റ എന്തെങ്കിലും ഗുണം ഉണ്ടാക്കുമോ? ആൻഡ് ഇഫ് നോട്ട്, ഈസ് ഇറ്റ് ഡ്യൂ ടു എനി ഇഷ്യൂ വിത്ത് ഡേറ്റ ക്വാളിറ്റി? ഞാൻ കളക്ട് ചെയ്ത ഡേറ്റയ്ക്ക് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ? False assumptions may based on inaccurate or dated data can lead to inefficient company strategies and decisions. നമ്മൾ എടുക്കുന്ന ഡേറ്റ പോലെ ഇരിക്കും നമ്മുടെ ഡിസിഷൻ. സോ ഫോൾസ് ഡേറ്റ ആണ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസിഷനും തെറ്റിപ്പോവും. അതാണ് ബെനിഫിറ്റ്സ് ഓഫ് ക്വാളിറ്റി ഡേറ്റ. ക്വാളിറ്റി ഡേറ്റയുള്ള ബെനിഫിറ്റ്സ് എന്താ? വാലിഡിറ്റി, ആക്യുറസി, കംപ്ലീറ്റ്നസ്, കൺസിസ്റ്റൻസി. അതാണ് എന്ത് ക്വാളിറ്റി ഡേറ്റ ഉണ്ടെങ്കിലുള്ള ഇത്. വാലിഡിറ്റി, പ്രോപ്പറായിട്ട് നമുക്ക് നല്ല ഡേറ്റ യൂസ് ചെയ്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ആക്യുറസി, എടുക്കുന്ന ഡിസിഷൻ ആക്യുറേറ്റ് ആയിരിക്കും. കംപ്ലീറ്റ്നസ്, എപ്പോഴും നമ്മുടെ ഒരു പൂർണ്ണത കിട്ടും. കൺസിസ്റ്റൻസി, നമുക്ക് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാതെ തന്നെ നമുക്ക് എന്താണ് പ്രോപ്പറായിട്ട് നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. അടുത്ത ബെനിഫിറ്റ്സ് ഓഫ് ഡേറ്റ ക്ലീനിങ്. ഡേറ്റ ക്ലീൻ ചെയ്തുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? എറർ കറക്ഷൻ. വെൻ ന്യൂമറസ് ഡേറ്റ സോഴ്സ് ആർ ഇൻവോൾവ്, എറർ കണക്ഷൻ. എറർസിനെ ഒത്തിരി ഡേറ്റ ഉണ്ടെങ്കിൽ ഒത്തിരി ഡേറ്റ ഉള്ളിടത്ത് എറേഴ്സിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഫ്യൂവർ മിസ്റ്റേക്സ് റിസൾട്ട്സ് ഇൻ ഹാപ്പിയർ കസ്റ്റമേഴ്സ് ആൻഡ് ലെസ് ഇറിറ്റേറ്റഡ് വർക്കേഴ്സ്. കസ്റ്റമേഴ്സ് ഹാപ്പി ആവും, വർക്കേഴ്സ് എന്താണ് അവരുടെ പണി കുറയും. കേപ്പബിലിറ്റി ടു മാപ്പ് ദ മെനി ഫങ്ഷൻസ് ആൻഡ് പ്ലാൻ യൂസ് ഓഫ് ഡേറ്റ. മോണിറ്ററിംഗ് മിസ്റ്റേക്സ് ആൻഡ് ഇംപ്രൂവിംഗ് റിപ്പോർട്ടിംഗ് ടു ഡിറ്റർമിൻ വെയർ എറേഴ്സ് ക്യാൻ ഒറിജിനേറ്റ് ആൻഡ് ക്യാൻ മേക്ക് ഇറ്റ് ഈസിയർ ടു റിപ്പയർ ഇനാക്യുറേറ്റ് ഓർ ഡാമേജ് ഡേറ്റ. എറർ ഉണ്ടാകുന്നിടത്ത് തന്നെ നമുക്കതിനെ കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റുണ്ടാകുന്നതിന് മുന്നേ തന്നെ, തെറ്റ് സംഭവിക്കുന്നതിന് മുന്നേ തന്നെ ഡേറ്റ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഡിസിഷനും കറക്റ്റായി പോകും. Using data cleaning technology will result in more effective corporate procedures and speeder decision making. കുറച്ചുകൂടെ ടെക്നോളജി യൂസ് ചെയ്യുവാണെങ്കിൽ ഈ പരിപാടിയെല്ലാം കുറച്ചുകൂടെ സ്പീഡായി പോകും. ഇതാണ് എന്ത് ഡേറ്റ ക്ലീനിങ്ങിൻ്റെ ബെനിഫിറ്റ്സ്. സോ ഇതൊക്കെ എളുപ്പമാണ്, നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. മുന്നേ പറഞ്ഞ ചാപ്റ്ററിൽ ബേസിക് കാര്യം എന്താ എല്ലാത്തിൻ്റെ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്ക് എന്താ പറഞ്ഞാൽ ഡേറ്റ വേണം. ആ ഡേറ്റേനെ നമ്മൾ എങ്ങനെ ആയിരിക്കണം പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം, അത്രയേ ഉള്ളൂ. ആ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് സമ്മപ്പ് ചെയ്യാനാണെങ്കിൽ. അടുത്ത ഡേറ്റ വാലിഡേഷൻ.
Okay, data validation is a crucial component of any data management process. If the initial data is not valid, the outcomes will not be accurate either. Therefore, it is vital to check validate data before using it. നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റ നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ഉപയോഗിക്കപ്പെടുന്നത് അതിനു വേണ്ടി എന്താണ് റെലവൻ്റ് ആയ ഡേറ്റയാണോ എന്ന് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് ഡേറ്റ വാലിഡേഷൻ. ഇനിഷ്യൽ ഡേറ്റ ഇഫ് ദ ഇനിഷ്യൽ ഡേറ്റ ഇസ് നോട്ട് വാലിഡ് ഔട്ട്കം വിൽ നോട്ട് ബി ആക്യുറേറ്റ് ചെയ്തർ. അപ്പം ഡേറ്റ വാലിഡ് അല്ല എന്നുണ്ടെങ്കിൽ, നിലവിൽ റെലവൻ്റ് ആയ ഡേറ്റ അല്ല നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡിസിഷനും ആക്യുറേറ്റ് ആയിരിക്കത്തില്ല. അപ്പം ഡിസിഷൻ മേക്കിങ്ങിന് മുന്നേ നമ്മൾ എടുക്കുന്ന ഡേറ്റ വാലിഡ് ആണോ നമ്മൾ നോക്കുക. ടൈപ്സ് ഓഫ് ഡേറ്റ വാലിഡേഷൻ. ഡേറ്റ ടൈപ്പ് ചെക്ക്. ഡേറ്റ ടൈപ്പ് ചെക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വെരിഫൈസ് ദാറ്റ് ദ എൻ്റർ ഡേറ്റ ആസ് അപ്രോപ്രിയേറ്റ് ഡേറ്റ ടൈപ്പ്. നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റ ടൈപ്പ് എന്താണ് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഡേറ്റ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ടെക്സ്റ്റ് ആയിരിക്കാം, ന്യൂമറിക്കൽ ആയിരിക്കാം, ഡെസിമൽ ആയിരിക്കാം, ഇപ്പോൾ ഹോൾ നമ്പേഴ്സ് അല്ലെ, അങ്ങനത്തെ ഡേറ്റ ടൈപ്സ്. സോ അത് പ്രോപ്പറായിട്ടാണോ എന്നുള്ളത് നമ്മൾ എന്താണ് ചെക്ക് ചെയ്യുക. 2. കോഡ് ചെക്ക്. കോഡ് ചെക്ക് വെരിഫൈസ് ദാറ്റ് എ ഫീൽഡ്സ് വാല്യൂ ഇസ് പിക്ഡ് ഫ്രം എ ലെജിറ്റിമേറ്റ് സെറ്റ് ഓഫ് ഓപ്ഷൻസ് ഓർ ദാറ്റ് ഇറ്റ് അഡേഴ്സ് ടു സ്പെസിഫിക് ഫോർമാറ്റിംഗ് റിക്വയർമെൻറ്റ്. നമ്മുടെ ഫോർമാറ്റിൻ്റെ ആവശ്യകത അനുസരിച്ചിട്ട് തന്നെയാണോ നമ്മൾ ഈ കോഡ് ഇൻപുട്ട് ചെയ്ത് കൊടുത്തേക്കുന്നുള്ളത് ചെക്ക് ചെയ്യുക. റേഞ്ച് ചെക്ക്. വെദർ ഓർ നോട്ട് ഇൻപുട്ട് ഡേറ്റ ഫോൾസ് ഇൻസൈഡ് എ സ്പെസിഫിക് റേഞ്ച്. നമുക്ക് വേണ്ട ഡേറ്റ, നമ്മൾ എടുക്കുന്ന ഡേറ്റ നമുക്ക് വേണ്ട റേഞ്ചിനുള്ളിൽ പെടുന്നതാണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് റേഞ്ച് ചെക്ക്. ഓക്കെ. 4. ഫോർമാറ്റ് ചെക്ക്. നമുക്ക് പ്രോപ്പർ ഫോർമാറ്റിലാണോ ഇത് എന്താണ് നമ്മുടെ ഡേറ്റ കൊടുക്കുന്നത് എന്നുള്ളത്. ന്യൂമറസ് ഡേറ്റ കൈൻഡ്സ് അഡയർ ടു സെറ്റ് ഫോർമാറ്റ്. ഡേറ്റ് കോളം ദാറ്റ് ആർ കെപ്റ്റ് ഇൻ എ ഫിക്സ്ഡ് ഫോർമാറ്റ്. എ ഡേറ്റ വാലിഡേഷൻ ടെക്നിക് ദാറ്റ് ഇൻഷുർസ് ദാറ്റ് ഡേറ്റ ആർ ഇൻ കറക്റ്റ് ഫോർമാറ്റ് കോൺട്രിബ്യൂട്ട് ടു ഡേറ്റ ആൻഡ് ടെമ്പറൽ കൺസിസ്റ്റൻസി. ഇപ്പോൾ ഡേറ്റിന് പല ഫോർമാറ്റുകളാണ്. നിങ്ങൾ കണ്ടിട്ടോ മക്കളെ, നമ്മൾ ഡേറ്റ് നോക്കുമ്പോഴേ ചിലത്ത് DD MM YY അതേപോലെ തന്നെ വേറെ ചിലത്താണെങ്കിൽ DD YY അതേപോലെ ചിലത്തുണ്ട് YY DD. ഇപ്പോൾ ഡേറ്റിൻ്റെ പല ഫോർമാറ്റാണ് ഞാനിപ്പോൾ എഴുതി കാണിച്ചത്. സോ ഇതുപോലെ തന്നെ നമ്മളുടെ ഡേറ്റയിലും ഓരോ ഫോർമാറ്റ് കാണും. ഇപ്പോൾ ഡേറ്റ് എന്നല്ല, എല്ലാത്തിനും ഒരു ഫോർമാറ്റ് കാണും, പക്ക ഫോർമാറ്റ് കാണും. ഇപ്പോൾ വേറെ ഉദാഹരണം പറയാനാണെങ്കിൽ നമ്മളിപ്പോൾ നമ്പേഴ്സ് നമ്മൾ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പം നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുണ്ട് റുപ്പി 1 lakh എന്നിടുവാണെങ്കിൽ 1. ഓക്കെ, ഇത് നമ്മൾ 1 lakh. ഇനി അതല്ല 10 ലക്ഷം ആണെങ്കിലോ അത് ഇങ്ങനെയല്ലേ കാണിക്കുന്നത്, 10001223. ഓക്കെ, ഇതിന് ഡോളേഴ്സിലാണെങ്കിലോ ഇൻ്റർനാഷണൽ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അവരിതേ ഇങ്ങനെ ആയിരിക്കും ഇടുന്നത്. സോ ഇതിനെ അവർ വിളിക്കുന്നത് 1 million എന്നാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് എന്നാ 10 lakh എന്നാണ്. സോ ഇതൊരു ഫോർമാറ്റാണ്. ഞാൻ പറഞ്ഞു എന്താണ് ഡേറ്റ ടൈപ്പ് ചെക്ക്. ഓക്കെ, ഇപ്പം ഞാൻ എക്സലായി എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സാധനം ശരിക്കും പറഞ്ഞാൽ എനിക്ക് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ന്യൂമറിക്കലായിട്ട് വേണം എനിക്ക് കിട്ടാൻ, അല്ലെങ്കിൽ ടെക്സ്റ്റായിട്ട് ഇതിട്ട് കഴിഞ്ഞാൽ എനിക്കിത് പ്രോസസ്സിങ് ചെയ്യാൻ പറ്റത്തില്ല. നമ്പറായിട്ട് തന്നെ ഇത് എനിക്ക് വരണം. ഇനി കോഡ് ചെക്ക് പ്രോപ്പറായിട്ട് എൻ്റർ ചെയ്യണം. റേഞ്ച് ചെക്ക്, എനിക്ക് വേണ്ട ഡേറ്റ പ്രോപ്പർ റേഞ്ചിലായിരിക്കണം. ഫോർമാറ്റ് ചെക്കിനെ പറ്റിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതാണ് പ്രോപ്പർ ഫോർമാറ്റ്. ഇപ്പോൾ എനിക്ക് ഇത് ഇന്ത്യൻ സിസ്റ്റം, ഇത് ഇന്ത്യൻ ഫോർമാറ്റ്, ഇത് ഇൻ്റർനാഷണൽ ഫോർമാറ്റ്. പ്രോപ്പർ ഫോർമാറ്റിലാണോ നമ്മൾ ഡേറ്റ എൻ്റർ ചെയ്യുന്നത് നോക്കണം. അതേപോലെ തന്നെ കൺസിസ്റ്റൻസി ചെക്ക്. ഇറ്റ്സ് എ ഫോം ഓഫ് ലോജിക്കൽ ചെക്ക് ദാറ്റ് വെരിഫൈസ് ദ ഡേറ്റ ഹാസ് ബീൻ ഇൻപുട്ട് ഇൻ എ കൺസിസ്റ്റന്റ് മാനർ. ചെക്കിംഗ് വെദർ പാക്കേജസ് ഡെലിവറി ഡേറ്റ് ഈസ് ലേറ്റർ ദാൻ ഇറ്റ്സ് ഷിപ്മെൻറ്റ് ഈസ് വൺ എക്സാമ്പിൾ. അതായത് ഒരു ഡേറ്റ എപ്പോഴും ഇൻപുട്ട് ചെയ്യുവാണെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് മാനറിലാണ് അത് ഇൻപുട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ. യൂണിക്നെസ് ചെക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഡേറ്റനെ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ ഇൻപുട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് ഇപ്പം ഒറ്റത്തവണ എൻ്റർ ചെയ്യേണ്ട, ഒറ്റത്തവണ മതി, ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ നമ്മൾ വെരിഫൈ ചെയ്യുക. സോ അതാണ് യൂണിക്നെസ് ചെക്ക്. നമ്മളിപ്പം ജേണൽ എൻട്രി പാസ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരേ എൻട്രി തന്നെ 2 പ്രാവശ്യം പാസ് ചെയ്യുമ്പോൾ നമുക്ക് എന്നാ പറ്റും, ഡ്യൂപ്ലിക്കേഷൻ വരും.
ഇപ്പോൾ സെയിൽസ് 2 രൂപയൊക്കെ നമ്മളിപ്പോൾ അറിയാണ്ട് 2 പ്രാവശ്യം ഡ്യൂപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സെയിൽസ് എന്തോ പറ്റും, ഡബിൾ ആവും അല്ലേ? ആ ഒരു ഫിഗർ ഡബിൾ ആവും. അപ്പോൾ നമ്മുടെ സെയിൽസ് കൂടും. സെയിൽസ് കൂടിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് കൂടും. പ്രോഫിറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്തോ പറ്റും, നമ്മൾ ടാക്സ് ഒക്കെ അത്രയും കൂടുതൽ അടയ്ക്കണം. സോ അങ്ങനെ ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് വലിയ നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ എപ്പോഴും എന്താണ്, യൂണിക്നെസ് ചെക്ക് നോക്കുക. സോ ഇതൊക്കെയാണ് എന്ത്, ടൈപ്സ് ഓഫ് ഡേറ്റ വാലിഡേഷൻ. കഴിഞ്ഞു, ചാപ്റ്റർ കഴിഞ്ഞു. സോ ചെറിയ ചാപ്റ്ററാണ്, എളുപ്പമാണ്. ഇതിൽ കുറച്ച് എന്താണ് നിങ്ങൾക്ക് പിടിക്കാത്ത ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 9.3 ആയിരിക്കും. ഈ ഒരു ഡിസ്ക്രീറ്റും നമ്മുടെ കണ്ടിന്യൂസും അത് മാത്രം ഒന്ന് മഗ്ഗപ്പ് ചെയ്യുക, വേറൊന്നും ഞാൻ പറയത്തില്ല. ബാക്കി ഒരുമാതിരി എല്ലാത്തിൻ്റെ ഐഡിയാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഇതിൻ്റെ ഐഡിയ പറയാൻ പോകണമെങ്കിൽ ഇത് ഒരുപാട് വാസ്റ്റാണ്. അതിനൊന്നും ആവശ്യം നമുക്കില്ല. ഫോർ ദ ടൈം ബീയിങ് എന്താണ്, നിങ്ങളിത് മഗ്ഗപ്പ് ചെയ്യുക. ഓക്കെ മക്കളെ, സോ ദാറ്റ്സ് ഓൾ. നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. ടെക്സ്റ്റ് നോക്കണോ? ടെക്സ്റ്റ് കൂടെ നോക്കിക്കോ. ഫങ്ഷൻസ് ഓഫ് ഡേറ്റ പ്രോസസ്സിങ്, ഇവരും കുറേ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്തൊന്നും വേണ്ടത് മാത്രമേ എടുത്തിട്ടുള്ളൂ. സോർട്ടിങ് എന്താണ്, അഗ്രിഗേഷൻ, അനാലിസിസ്, റിപ്പോർട്ടിംഗ്, ഞാൻ അതെല്ലാം എഴുതി സമ്മറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ, പിന്നെ ഡേറ്റ ക്ലാസിഫിക്കേഷൻ മാട്രിക്സ്. ഇതും ഈ ഒരു ഡേറ്റ ക്ലാസിഫിക്കേഷൻ മാട്രിക്സ് നിങ്ങളൊന്ന് ചുമ്മാ വായിച്ച് നോക്കിക്കോണേ. ടെക്സ്റ്റിൽ പേജ് നമ്പർ 592 ഡേറ്റ ക്ലാസിഫിക്കേഷൻ മാട്രിക്സ് ഒന്ന് വായിച്ച് വിട്ടോണം. പിന്നെ ഇതിൻ്റെ എക്സാമ്പിൾസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ വായിച്ച് നോക്കുക. പിന്നെ നമ്മുടെ ഡേറ്റ ഓർഗനൈസേഷൻ എന്താണ്, അതും കുറേ കഥ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. ഡേറ്റ ഡിസ്ട്രിബ്യൂഷൻ, ടൈപ്സ്, അതൊക്കെ അത്രയേ ഉള്ളൂ. പിന്നെ ഡേറ്റ ക്ലീനിങ് ആൻഡ് വാലിഡേഷൻ നമ്മളിപ്പോൾ പറഞ്ഞു. അതിൻ്റെ സ്റ്റെപ്സ് ടു റിമൂവൽ നമ്മൾ പറഞ്ഞു. ബെനിഫിറ്റ്സ്, ഡേറ്റ ടൈപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഫോർമാറ്റ് ചെക്ക്, കൺസിസ്റ്റൻസി ചെക്ക്, യൂണിക്നെസ് ചെക്ക്, ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു. ഓക്കെ അല്ലേ മക്കളെ? സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും നമ്മുടെ അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് തുടങ്ങാം. അടുത്ത ചാപ്റ്റർ ഭയങ്കര എളുപ്പമാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്താണ് സ്ട്രെസ്സൊന്നും ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ, 10th ചാപ്റ്റർ. ഓക്കെ, അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ മക്കളെ, അപ്പം ബൈ.